ഒരു കാര്യമാണ്, ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നവീൻ പറയാണ്, ഞങ്ങൾ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് ഒരു പുതപ്പിനുള്ളിൽ ഞാനും ഷാനവാസും കിടന്നിട്ടുണ്ട്. ആ സമയത്ത് ഷാനവാസ് എന്റെ അടുത്ത് മോശമായി പെരുമാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആര്യനും ജിസേലും എന്ത് വൃത്തികേടാണ് ഇവര് കാണിക്കുന്നത്. നമുക്കൊരു ക്വാളിറ്റിയും തരുന്നില്ല എന്നുള്ള ആൾക്കാര് ഇപ്പോലും പറഞ്ഞ് ശരിയായില്ലേ? ഫാമിലി റൗണ്ട് വരെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ വരാൻ ദിയാസന മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോലും പറഞ്ഞ് ശരിയായില്ലേ? നൂറ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഫാമിലി റൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വരാനായിട്ട് ഇവിടെ ആരും ഇല്ല എന്നാണ് നൂറ പറയുന്നത്. ഇനിയിപ്പോ ഫാമിലി റൗണ്ട് വരെ ആദ്യം നിൽക്കും എന്നുള്ള കാര്യത്തിൽ 100% ഷുവർ ആയിരുന്നു. ഇനി നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. എന്തിലും ഒരു കാര്യം ഉറപ്പാണ്, ആദില നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് പറയാനാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, മറന്നു പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും ബിന്നിയും ചേർന്ന് ഇന്ന് ആദിലയെ പൊളിച്ചടുക്കിയ ദിവസമായിരുന്നു. ഷാനവാസ് എന്ന് പറയുന്ന ചൂണക്കുട്ടിയുടെ പെർഫോമൻസ് ആയിരുന്നു. ഇന്നത്തെ ദിവസവും ആരാണ് പൊളിച്ചടിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാനവാസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഷാനവാസ് ഒരു ആൺകുട്ടി, ഉശിരുള്ള ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിച്ച ദിവസമായിരുന്നു ഇന്ന്. പിന്നെ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡ് മനസ്സിലായ ഒരു ദിവസമാണ്. പിന്നെ ആര്യനും ജിസേലും തമ്മിൽ എന്തോന്ന് വൃത്തികേട്, വീണ്ടും ഇത് തന്നെ. എന്തായാലും നൂറ പെട്ടിരിക്കാണ്, ആദില പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ ഇന്ന് യക്ഷി എന്നാണ് ഷാനവാസ് നമ്മുടെ ആദിലയെ വിളിച്ചത്. ചോര കുടിക്കുന്ന യക്ഷിയാണടി നീ എന്നാണ് അവിടെ ഷാനവാസ് പറഞ്ഞതിൽ തെറ്റ് പറയാനായിട്ട് സാധിക്കില്ല. ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത്രയധികം ഫോൾട്ടുകളാണ്. പിന്നെ ഭക്ഷണത്തിന്റെ പേരിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മെയിൻ ചർച്ച എന്ന് പറയുന്നത് ആദില വിഷയവും ഷാനവാസ് വിഷയവും നെവിൻ വിഷയം, അതായത് ഇവര് 3 പേരും ഉൾപ്പെട്ട വിഷയം തന്നെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നൂറ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നൂറ പറഞ്ഞത് നമുക്ക് വേണ്ടി ആരുമില്ല, ഇവിടെ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുകയാണ്, നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പൊ ആദില അവിടെ പറയുന്നതാണ് അതെല്ലാം അവരുടെ ഗെയിം ആണെന്ന് നീ മനസ്സിലാക്കിയാൽ മതിയെന്ന്. അല്ല, അപ്പൊ ആദില കളിച്ച ഗെയിം എവിടെ പോയി? ആദില പുറകിൽ നിന്ന് കുത്തുന്ന അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ചതിക്കുന്ന ആ ഗെയിം കളിച്ചത് ആരാണ്? ആദില തന്നെയല്ലേ കളിച്ചത്. അവിടെ അനുമോളെ ചതിച്ചു. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ 2 തവണ ചതിച്ചത് എനിക്കറിയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജിസേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പൊതുപ്പെടുത്തു കൊണ്ടുവന്ന് അനുമോൾക്ക് കട്ട സപ്പോർട്ട് നിന്നിട്ട് അവസാനം ലാലേട്ടൻ വന്ന് ചോദിച്ച സമയത്ത് അതിൽ നിന്ന് കാലുമാറി അനുമോളെ കുറ്റപ്പെടുത്തി. പിന്നെ കഴിഞ്ഞ ആഴ്ച ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവിടെ അനുമോൾ ഇതിനെതിരെ സംസാരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അനുമോളുടെ അടുത്ത് ചോദിച്ച സമയത്ത് അനുമോൾ ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇട്ട് കൊടുത്തു. ആദില വന്ന സമയത്ത് അനുമോളെ ഇട്ടുകൊടുത്തു. അങ്ങനെ കിട്ടുന്ന അവസരത്തിൽ നിന്ന് എല്ലാം തന്നെ പുറകിൽ നിന്ന് കുത്തുകയും എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റും അതുപോലെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഗെയിമാണ് ആദിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസുമായിട്ട് അത്രയും കൂട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. ഷാനവാസ് ഈ നെവിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ഹൗസിനുള്ളിലുള്ള ഒട്ടുമിക്ക പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഷാനവാസിനെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു പൊതുവായി ചർച്ചാ വിഷയം കൊണ്ടുവരാനായിട്ട് ഷാനവാസ് അവിടെ ഉദ്ദേശിച്ചിരുന്നില്ല. അവിടെ കൊണ്ടുവന്നത് ആദിലയാണ്. അവിടെ നെവിനുമായി വഴക്കിട്ട സമയത്ത് നീ വൃത്തികെട്ട കാർഡ് ഇറക്കിയല്ലേ കളിക്കുന്നതെന്ന് ആദില ചോദിച്ചു. അപ്പൊ എന്ത് വൃത്തികെട്ട കാർഡ് എന്ന് നെവിൻ ചോദിച്ചു. അപ്പൊ അവിടെ ഉത്തരം മുട്ടിയ ആദില വന്നിട്ട് ഷാനവാസിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ച് അവിടെ വന്ന് സംസാരിച്ചത് അവിടെ ആദിലയാണ്. ആദില സംസാരിച്ച ആ വിഷയത്തെ കുറിച്ച് പിന്നീട് ഷാനവാസിന് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ഷാനവാസ് ഈ ടോപ്പിക് എടുത്തിട്ടതെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഇത്രയൊക്കെ പുറകിൽ നിന്ന് ചതിച്ചിട്ട് ഇവിടെ റിയാസ് വന്ന സമയത്ത് റിയാസ് പറഞ്ഞു ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല, അനുമോള് ഭയങ്കര ബേഡായിട്ടുള്ള വ്യക്തിയാണ്, ഷാനവാസ് ഭയങ്കര ബേഡായിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അതായത് ആദിലയും നൂറയും നെവിനും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ അവിടെ റിയാസ് വന്നിട്ട് അങ്ങ് ഉപദേശം തോന്നുന്നു. ആ ഉപദേശത്തില് വീണിട്ട് അവിടെ ആദില കയറി അങ്ങ് നേരെ തിരിഞ്ഞു ഉൾട്ടടിച്ചിട്ട് ഷാനവാസിനെതിരെ നിന്നിട്ട് റിയാസിന്റെ ഒപ്പം നിന്നിട്ട് അതുപോലെ ദ്രോഹിക്കുന്ന രീതിയിലാണ് ഇന്നലെ പെരുമാറിയത്. നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് ഇപ്പോ ഇവിടെ പറയാണ് നെവിനുമായിട്ട് പിന്നെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തു, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ് നെവിനുമായിട്ട്, പിന്നീട് ഞങ്ങൾ അത് സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്തു. റിയാസ് വന്നതിന് ശേഷം റിയാസ് പറഞ്ഞപ്പോ പിന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെവിന്റെ അടുത്ത് പോയി സോൾവ് ചെയ്തു അത്രേ. അപ്പോ ഇത് പൊളിച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ തുടക്കം കുറിച്ചത് ബിന്നിയാണ്. ബിന്നി പറഞ്ഞു ഈ വിഷയം കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ആദിലയാണ് എന്ന് അവിടെ ബിന്നി പറഞ്ഞു. ബിന്നി അത് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും എന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. പിന്നീട് അതിന് ക്ലാരിഫിക്കേഷൻ വന്നു. അനുവും അവിടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. എന്റെ അടുത്ത് വന്ന് പലതവണ ചോദിച്ചു നെവിന്റെ സ്വഭാവം, നെവിൻ അങ്ങനെയല്ല മോശമായിട്ടുള്ള ആണുങ്ങളുടെ അടുത്ത് പെരുമാറുന്നതും ആണുങ്ങളെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇടപഴകുന്നതൊക്കെ മോശ അർത്ഥത്തിലല്ലേ എന്ന് അനുവിന്റെ അടുത്ത് വന്ന് ആദില ചോദിച്ചു ഇത്രേ. അപ്പൊ അനു പറഞ്ഞു
എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, എനിക്കറിയില്ല എന്ന് അനു പറഞ്ഞു. ഇതുപോലെ തന്നെ ബിന്നിയുടെ അടുത്തും പോയി ചോദിച്ചു. ബിന്നിയും എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് ഇത് ചോദിച്ച് അവരുടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്തതിന് ശേഷമാണ് ആദില ഇവിടെ വന്നിട്ട് ഈ ഒരു ടോപ്പിക്ക് നോമിനേഷനിൽ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച ഒരു കാര്യം ഇന്നിവിടെ വെളിവായ സമയത്ത് അവിടെ ചോദിക്കുന്നുണ്ട് അവര്, എന്തുകൊണ്ട് ഇത്രയും പേരെടുത്ത് ഇത് ചോദിച്ചാൽ ഈ ആദിലക്ക് എന്തുകൊണ്ട് നിവിന്റെ അടുത്ത് ഇത് പോയി ചോദിച്ചാൽ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല? ഷാനവാസ് പറഞ്ഞത് അപ്പാടെന്ന് വിശ്വസിച്ചിട്ട് എല്ലാവരുടെ അടുത്തും പോയി ചോദിച്ചു. പ്രവീണിന്റെ അടുത്ത് പോയി ചോദിച്ചു. എന്നിട്ടാണ് പ്രവീൺ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പ്രവീൺ പറഞ്ഞു എന്ന് ആദില തന്നെയാണ് അവിടെ പറഞ്ഞത്. പ്രവീൺ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രവീണിന് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെന്ന് പ്രവീൺ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ മൊത്തത്തിൽ ഗെയിം മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ആദിലയുടെ. എല്ലാവർക്കും ആദില കളിച്ച ആ ഒരു കളി മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഷാനവാസിന്റെ അടുത്ത് കട്ട കലിപ്പായതുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും കയറിയിട്ട് ഷാനവാസിനെ ഇനിയാണ് കുത്തുന്നുണ്ടായിരുന്നത്. അവിടെ അക്ബർ നാട്ടിൻ തോലിട്ട ചെന്നായി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഷാനവാസ്. അതുപോലെ തന്നെ അഭിലാഷിനെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഇത് മുന്നേ അറിയാവുന്ന സംഭവമാണ്. ഇപ്പൊ ഇത് ഷാനവാസ് ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിന്റെ മെക്കിട്ട് കയറുന്നുണ്ടായിരുന്നു. ആ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും തന്നെ ഷാനവാസിനെ എതിരെ നിൽക്കുന്ന ഒരു അവസ്ഥ. ആകെ അനീഷ് കൂടെ ഉണ്ട്, ആകെ ജിഷിൻ വലിയ കുഴപ്പമില്ലാതെ സംസാരിച്ച് ഈ ഒരു ടോപ്പിക്ക് ലാലേട്ടൻ വന്നിട്ട് ഞാൻ ഇതിനെ കുറിച്ച് വിശ്വസിക്കുള്ളൂ, എനിക്കിപ്പോ ആരെയും കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിഷിൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അനുമോളും ഇത്തിരി സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ബിന്നി ആദിലയ്ക്ക് എതിരെ സംസാരിച്ചു എന്നല്ലാതെ ഷാനവാസിന്റെ സപ്പോർട്ടായിട്ട് ബിന്നി അവിടെ നിൽക്കുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഒറ്റയാനായിട്ട് എല്ലാവരുമായിട്ട് പൊരുതി ജയിച്ച ഒരു ദിവസമായിരുന്നു ഷാനവാസ്. കഴിഞ്ഞ ദിവസവും ഇന്നും ഷാനവാസിന്റെ ദിവസമായിരുന്നു 2 ദിവസം എന്നറിയാം. കുറച്ച് ദിവസമായിട്ട് ഷാനവാസിന്റെ ഗെയിം ഇല്ലാതായിട്ട് കിടക്കായിരുന്നു. അവിടെ നിന്ന് മാറി ഇന്നിപ്പോ ഗംഭീര പെർഫോമൻസ്. ഇത്രയും പേര് ഒരുമിച്ച് അറ്റാക്ക് ചെയ്തിട്ട് അതിങ്ങനെ പിടിച്ചു നിന്ന് ഒരു സ്ഥലത്ത് പോലും പതറാതെ വിഷമിക്കാതെ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ഷാനവാസ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും പേര് എതിർത്ത് സംസാരിക്കുന്നു, വഴക്കിടാൻ വരുന്നു എല്ലാവരും. അപ്പൊ ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അക്ബർ. ഈ ഒരു വിഷയം ബാക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് അവന്റേതായ കാര്യങ്ങൾ ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവിടെ പറയുന്നുണ്ട്, നീ തുടക്കം മുതൽ എനിക്ക് വേണ്ടി എതിരെ കളിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അക്ബറിനെതിരെയും ഷാനവാസ് അവിടെ തിരിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉനിയില് അഭിലാഷ് ഇവരൊക്കെ എതിരെ ഗംഭീര അടിയാണ് അവിടെ നടക്കുന്നത്. പിന്നെ അവിടെ ഷാനവാസ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ജിസേലിന്റെ അടുത്ത് ഈ വിഷയം പോയി സംസാരിച്ച സമയത്ത് ജിസേൽ പറഞ്ഞു, ശരിയാണ്, ആര്യനും ഇഷ്ടമല്ല നെവിൻ വന്ന് അങ്ങനെ പെരുമാറുന്നത്, ആര്യനും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതവിടെ ചോദിച്ച സമയത്ത് ജിസേൽ കിടന്നിട്ട് ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ജിസേൽ അവസാനം ഷാനവാസിന്റെ കലിപ്പളക്കിട്ട് ജിസേലിന്റെ അടുത്ത് പറഞ്ഞു, മതി, ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം, ഞങ്ങളുടെ ടോപ്പിക്ക് ഞാൻ തീർത്തോളാം, നീ ഇതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കാൻ വരണ്ട എന്ന് ഷാനവാസിന് ജിസേലിന്റെ അടുത്ത് പറയേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഗംഭീരമായ വഴക്കുകളൊക്കെ കടന്നു. ഇന്നിപ്പോ ഷാനവാസിന്റെ ദിവസം. ഷാനവാസ് ആദിലയുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ടായിരുന്നു, നീ എന്റെ ചോര കുടിക്കുന്ന യക്ഷിയാണടി, നീ എന്നെ ഇട്ടുകൊടുത്തിട്ട് നീ അപ്പുറത്ത് പോയിരുന്ന് കൈയടിച്ച് രസിച്ച് ചിരിക്കുകയായിരുന്നു, അത് ഞാൻ കണ്ട കാര്യമാണ് എന്നും അവിടെ ആദിലയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും. ഇന്നിപ്പോ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞ് മണിക്കൂറുകളോളം ഈ ഒരു ടോപ്പിക് അവിടെ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നവീൻ പറഞ്ഞൊരു കാര്യമാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നവീൻ പറയാണ്, ഞങ്ങൾ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് ഒരു പുതപ്പിനുള്ളിൽ ഞാനും ഷാനവാസും കിടന്നിട്ടുണ്ട്. ആ സമയത്ത് ഷാനവാസ് എന്റെ അടുത്ത് മോശമായി പെരുമാറിയിട്ടുണ്ട്. അപ്പോ ഷാനവാസ് പെരുമാറിയിട്ടില്ല എന്ന് തെളിയിക്കട്ടെ എന്ന് അവസാനം ടെസ്റ്റ് ചെയ്ത് നവീൻ കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്തു. ഷാനവാസ് ആണ് തെറ്റുകാരെന്ന് ടെസ്റ്റ് ചെയ്തു നവീൻ. അപ്പൊ തന്നെ അനീഷ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇത്രയും നേരം നീ പറഞ്ഞത് ഞാൻ ഇത്തിരി ബഹുമാനത്തോടു കൂടിയാണ് കേട്ടത്, ഇനി നിന്നെ വിശ്വസിക്കുന്ന കാര്യമില്ല, എത്ര ചീപ്പായിട്ടുള്ള ഗെയിമാണ് നെവിനെ നീ ഇവിടെ കളിച്ചത് എന്ന് അവിടെ എഴുന്നേറ്റ് നിന്ന് അനീഷ് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരായിട്ട് പൊട്ടന്മാരായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഷാനവാസിനെ ഇപ്പൊ പ്രതിയാക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു നെവിൻ. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ ആരും അറിയാത്ത ഒരു രഹസ്യം കൂടി പൊട്ടിക്കും എന്നാണ് അവിടെ ഷാനവാസ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡ്. ഇവിടെ നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറയെ എതിർക്കുകയും സംസാരിക്കുകയും ഭയങ്കരമായിട്ട് അവരെ ഞാൻ നോർമലൈസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഡയലോഗ് ഇട്ട ആള് നെവിന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, നെവിനെ നീ ഈ വീക്കെൻഡില് പോവാനായിട്ടൊന്നും നിൽക്കരിക്കോ, എങ്ങാനും വോക്കൗട്ട് ഒന്നും ചെയ്യിരിക്കോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് ഇവിടെ നിന്നോളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം നിന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ നെവിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നു. കഷ്ടം തോന്നിപ്പോയിട്ടോ, ഇതെന്ത് ഡബിൾ സ്റ്റാൻഡാണ് ലക്ഷ്മി?
അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഞാൻ നോർമലൈസ് ചെയ്യാൻ ഞാൻ കൂട്ടാക്കില്ല, ഇങ്ങനെയുള്ളവർ എനിക്ക് താല്പര്യമില്ല എന്ന് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ ആളാണ് നിവിന്റെ അടുത്ത് പറയുന്നത് ഈ വീട്ടിലേക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. വൃത്തികെട്ട ഡബിൾ സ്റ്റാൻഡിനെ ഇക്കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മുടെ ആര്യനും ജിസേലും എന്ത് വൃത്തികേടാണ് ഇവര് കാണിക്കുന്നത്. എത്ര ബിഗ് ബോസ് പറഞ്ഞിട്ടും ഒരു തരത്തിൽ ഇവിടെ അനുസരിക്കുന്നില്ല. ഇവര് മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ മൈക്ക് മാറ്റി പിടിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ സോഫയിൽ എഴുതി സംസാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ ചുണ്ടുകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് രഹസ്യങ്ങൾ പറയുന്നത് സംസാരിക്കുക. ആര്യനും ജിസേലും തമ്മിൽ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞിട്ടും അവരത് മാറ്റുന്നില്ല. ഇത് കാണുന്ന നമുക്ക് എത്ര ഇറിറ്റേഷൻ വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് പ്രേക്ഷകരായി നമ്മൾ ലൈവ് കാണാനായിട്ട് ഇരിക്കുന്നത് പൊട്ടന്മാരായിട്ടോ? ഇവിടെ ലാലേട്ടൻ വന്നിട്ട് കഴിഞ്ഞ ആഴ്ച അത് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ, അത് വിലക്കിയിരുന്നുണ്ടെങ്കിൽ വീണ്ടും അവരത് ആവർത്തിക്കില്ലായിരുന്നു. പക്ഷെ വീണ്ടും 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 അവരത് ആവർത്തിക്കാണ്. അവരുടെ കുട്ടികളാണല്ലോ ആര്യനും ജിസേലും, അതുകൊണ്ട് അവരെ വഴക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടായിരിക്കും എന്ത് വൃത്തികേട് കാണിച്ചാലും ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടില് അവിടെ ഇരിക്കുന്നത് കണ്ടത്. ഇപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നൂറ പെട്ടിരിക്കുകയാണ്. ആദില ഈ വക കാര്യങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടിയിട്ട് ആദിലയ്ക്ക് മാത്രമല്ലല്ലോ നെഗറ്റീവ് വരുമ്പോൾ അത് നൂറയെയും കൂടി ബാധിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഞാൻ തുടക്കം തന്നെ കാണിച്ച വീഡിയോയിൽ പറയുന്നത് നമുക്ക് വരാനായിട്ട് ആരുമില്ല എന്ന് പറയുന്ന ഒരു സീൻ നമ്മൾ കണ്ടു. അവിടെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക പേരും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാൻ തയ്യാറായിട്ടുണ്ടായിരുന്ന ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷെ ഇനി വരില്ല. കാരണം ആദിലയുടെ റിയൽ ക്യാരക്ടർ അല്ലെങ്കിൽ മുഖംമൂടി അഴിഞ്ഞു വീണ ഈ സന്ദർഭത്തിൽ ഒരുപാട് പേർക്ക് നൂറയുടെ അടുത്ത് സിമ്പതി ഉണ്ട്. എങ്ങനെ ആദിലയുടെ അടുത്ത് വന്ന് പെട്ടു എന്നുള്ള ഒരു വിഷയം വെച്ചിട്ട് ഒരുപാട് പേർക്ക് നൂറയുടെ അടുത്ത് സിമ്പതി ഉണ്ട്. പക്ഷേ ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നൂറേനെ മാത്രം സപ്പോർട്ട് ചെയ്യാനായിട്ട് വലിയൊരു വരുമായിരിക്കും, അല്ലാതെ നിങ്ങളെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പ്രേക്ഷകരും ഒരാൾക്കാരും വരുന്നതല്ല. ഇവിടെ ആദില ഇനിയിപ്പോ ഫാമിലി റൗണ്ട് വരെ ഒന്നും വന്ന് നിൽക്കാനായിട്ടുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോ ഏറിപ്പോയ നൂറ മാത്രമായിരിക്കും വന്ന് നിൽക്കുക. നൂറ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് ആദിലേക്ക് അങ്ങോട്ട് കയറാം. അത്രയും എനിക്ക് ഇക്കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ആദിലയെ പോലെ ഒരു ചതിയത്തി അല്ലെങ്കിൽ കട്ടപ്പ അങ്ങനെയുള്ള ഒരാളെ ഇനി പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്ന തോന്നില്ല. ഒരു തവണയാണെങ്കിൽ പോട്ടെ, 2 തവണയാണെങ്കിൽ പോട്ടെ, ആൾക്കാർ കണ്ടില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ആദിലയുടെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നു. ഒരുമിച്ച് നിന്ന് എത്ര പേരെയാണ് ചതിച്ചത്. അനുമോളെ ചീറ്റ് ചെയ്യുന്നത് കണ്ടു, ഷാനവാസിനെ ചീറ്റ് ചെയ്യുന്നത് കണ്ടു, അത് പല പല വിഷയങ്ങളിൽ. അപ്പോൾ പ്രേക്ഷകർക്ക് ഇനി ആദിലേനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് നാൾ ഡൗൺ ആയിട്ട് ഗെയിമിൽ ഇരുന്നിരുന്ന ആളാണ്. ഇപ്പോൾ അങ്ങ് അടിച്ചു കയറി ഗ്രാഫ് അങ്ങ് ഉയർന്നത് ഈ ആദില വിഷയം വന്ന സമയത്ത്. ആദിലയുടെ അടുത്ത് പക്ക നെഗറ്റീവ് ആകുമ്പോൾ ഷാനവാസിന് അത് പോസിറ്റീവായി. നെവിനുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത് പ്രേക്ഷകരായി നമ്മൾക്ക് പോലും അറിയാത്തൊരു കാര്യമാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ എന്ത് സംഭവിക്കും നമുക്ക് അറിയില്ല. എന്തായാലും നിവിൻ പറയുന്നത് നിവിൻ ചെയ്തിട്ടില്ല എന്ന് ഷാനവാസിന് അത് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ നിവിൻ മനഃപൂർവ്വമല്ലാതെ ചെയ്ത ഒരു കാര്യമായിരിക്കാം. ഷാനവാസിന് അത് ഇഷ്ടപ്പെടാതെ ഇരുന്നതുമാവാം, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുള്ളതുമാവാം. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ പ്രേക്ഷകർ ഒട്ടുമിക്ക പേരും ഷാനവാസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ഷാനവാസിനെ തള്ളി പറയാനായിട്ട് ഒട്ടുമിക്ക പേരും സമ്മതിക്കുന്നില്ല. കാരണം ഷാനവാസിനെ അൺകംഫർട്ടബിൾ ആയ ഒരു കാര്യമായതുകൊണ്ട്. ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് കഴിഞ്ഞ വീക്കുകളിൽ സംഭവിച്ചതുപോലെ ലാലേട്ടൻ ഷാനവാസിനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള പ്ലാൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അടങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പ്രേക്ഷകർ കട്ട കലിപ്പിലാണ്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഇപ്പൊ ലാലേട്ടൻ ചെയ്യുന്ന പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്നുള്ളതുകൊണ്ട്. അപ്പൊ സത്യത്തിന്റെ കൂടെ നിൽക്കാനും മാന്യമായ രീതിയിൽ ഇത് സോൾവ് ചെയ്യാനും ലാലേട്ടന് സാധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ മോശമായി പോവും ഇക്കാര്യം എന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. അവർക്ക് പ്രിയപ്പെട്ടവരെ അവർ സംരക്ഷിക്കാനായിട്ട് നോക്കിക്കോട്ടെ. പക്ഷേ പ്രിയപ്പെട്ടവരെ അല്ലാത്തവരെ അവിടെ കുറ്റപ്പെടുത്തിയിട്ട് ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതിനോട് പ്രേക്ഷകർ ഒട്ടും യോജിക്കില്ല. മലയാളി ഓഡിയൻസ് ആണ്. ഒറ്റപ്പെടുത്തുന്നവരെ ചേർത്ത് നിർത്താനാണ് മലയാളി ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് അനീഷിനെയും അനുവിനെയും ഷാനവാസിനെയും എല്ലാവരെയും ഇപ്പോൾ പ്രേക്ഷകർ ചേർത്ത് പിടിക്കുന്നത്. അവിടെ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവിടെ നിന്ന് ഇവർക്കെതിരെ ഗെയിം കളിക്കുമ്പോൾ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ പ്രേക്ഷകർ ചേർത്ത് പിടിച്ചു എന്ന് വേണം പറയാനായിട്ട്.